ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഇമോഷൻസ് ആണ്. ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു എനർജി ആൻഡ് അറ്റാച്ച്മെൻറ്റ് എങ്ങനെയുള്ളതാണ് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണോ ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. Integration, schizophrenia, the source, totality. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ കഴിയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയും ഡെപ്തായിട്ട് പോയിരുന്ന ഒരു ബന്ധമാണ്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ പല വ്യത്യസ്തതകളുണ്ടാവാം. ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒത്തു പോകുന്നതാണോ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഇന്ന ഇന്ന ഡിഫറൻസസ് ഇല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അത്രയും ഡെപ്ത് ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു ഒത്തുചേർന്ന് പോകുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടൊന്നും ഫീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പരസ്പരം എത്രയൊക്കെ കുറവുകളും അല്ലാന്നുണ്ടെങ്കിൽ പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിലും മറ്റൊന്നിനും പകരം വെക്കാൻ പറ്റാത്തൊരു റിലേഷൻഷിപ്പ് എനർജിയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ കറൻ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു ദൃഢതയ്ക്ക് ഒരു വിള്ളൽ വീണിട്ടുണ്ടെന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആശങ്ക വന്നിട്ടുണ്ട്. എവിടെയാണോ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ് വരുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് വരുന്നത്, അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ അതിപ്പോൾ റിലേഷൻഷിപ്പ് അല്ല എന്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു അടിത്തറയ്ക്ക് ഇളക്കം തട്ടുക എന്ന് നമ്മൾ പറയില്ല, എന്ന് പറയുന്ന പോലത്തെ ഒരു സംഗതിയായിരിക്കും. അവിടെ നമ്മളുടെ ആ ഒരു പരസ്പര വിശ്വാസമാണത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ പുറമെ നിൽക്കുന്ന ആൾക്കാരോ മറ്റുള്ളവരോ അല്ല അതിനെ ജഡ്ജ് ചെയ്യേണ്ടത്, നമ്മൾ അതിനകത്തുള്ള രണ്ട് വ്യക്തികളാണ്. പക്ഷെ അവർ തമ്മിൽ പരസ്പരം ഒരു ഈ പറഞ്ഞതുപോലെ ആശയക്കുഴപ്പവും കാര്യങ്ങളും വരുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് പ്രശ്നങ്ങളും സംഭവിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജി കാണാം. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രത്തോളം ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണായിരിക്കാം, ഒരു പക്ഷേ രണ്ടു പേർക്കും ഉണ്ടാവാം. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ആ ഒരു കോർ എന്ന് പറയുന്നത് അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫയർ നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു പ്രസൻറ്റിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അത്ര സുഖകരമായിട്ടല്ല പോകുന്നത്. ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. ചിലപ്പോൾ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഷ്യൂരിറ്റി ഇപ്പോൾ ഇതിനകത്ത് കാണണമെന്നില്ല. ചിലപ്പോൾ ഇതിനകത്ത് ഒരു ആങ്സൈറ്റി, ഫിയർ മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. ആ ഒരു പഴയ യൂണിക്നെസ് അല്ലെങ്കിൽ ആ ഒരു നിങ്ങളൊന്നായിരുന്നു എന്നുള്ള ആ ഒരു എനർജിയിൽ ഇപ്പോൾ ഒരു കോട്ടം വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് ഇഷ്ടമില്ല എന്നുള്ളതല്ല. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ആ ഒരു എനർജിയാണ് കാണുന്നത്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു അകന്നിരിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നൊരവസ്ഥ, ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ്, ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ കയറി വരുന്നൊരു സംഗതിയായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു എനർജിയാണ്. അത്രയ്ക്ക് അങ്ങോട്ട് ആ ഒരു പാസ്റ്റിലേക്ക് അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ആ ഒരു എനർജിയുടെ അത്രയും സ്ട്രോങ് അല്ല ഇപ്പോൾ. ഇതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നു കൂടിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇപ്പോഴുള്ള ഒരു ഇമോഷൻസ് എന്താണെന്നുള്ളത് അറിയാം.
Knight of Cups, Two of Cups, Three of Pentacles, Justice, Two of Pentacles, Two of Wands, the Moon, Four of Cups, Ten of Wands, Magician, Star, Lovers, Empress, Ten of Cups. നീ എടുക്കുന്നില്ല, നമുക്ക് അത്രയും ആ ഒരു പോസിറ്റീവ് വൈബാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി ഇമോഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ കാർഡ്സ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കണ്ടതാണ് എത്രത്തോളം ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എത്രത്തോളം ഒരു സ്ഥാനം നിങ്ങൾക്കുണ്ടെന്നുള്ളത് നമുക്ക് കാണാം. ഇതിനകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ഭയങ്കര ഹൈലി ഇഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പാർട്ട്ണറായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടേത്. എന്നാലും നമ്മളിവിടെ നോക്കുമ്പോൾ മനസ്സിനകത്ത് എത്രത്തോളം ഒരു സ്നേഹം, ആ ഒരു ഇൻറ്റിമസി, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു അട്രാക്ഷൻ, ആ ഒരു എനർജിയൊക്കെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു സ്പ്രെഡാണ്. ഇപ്പം നമ്മൾക്ക് ഇവിടെ ഒരു മേജർ ആർക്കാന കാർഡ്സ് ആയിക്കോട്ടെ, എല്ലാം അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് എന്ന് പറയുമ്പോഴത്തേക്കും അത്രത്തോളം ഹൈലി ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളല്ലാതെ വേറൊരു കാര്യമില്ല, അല്ലാതെ വേറെ എന്ത് ഉണ്ടെന്നുണ്ടെങ്കിലും അത് സെക്കൻഡറി ആണ്. ഇതിനാണ് ആ ഒരു വ്യക്തിയുടെ മനസ്സുകൊണ്ട് അവരത്രയധികം അംഗീകരിച്ചിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ ഒരു സെപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നവരാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഈഗോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അതിനെ ആ ഒരു രീതിയിൽ പോകാനായിട്ട് ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈഗോ പോലെയുള്ള കാര്യങ്ങളും കൂടി ആയിരിക്കാം. കാരണം മനസ്സിനകത്ത് അത്രത്തോളം നിങ്ങളോട് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട്, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയാണ്. നിങ്ങളോടുള്ള ആ ഒരു അവരുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹം അതേപടി എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവരുടെ ഒരു എനർജി നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ ഒരു ഇമോഷണൽ ഇൻറ്റിമസി, ആ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ നിങ്ങളോട് കാണിക്കണം എന്നവർ, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യണം എന്ന് അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു കപ്സിൻ്റെ എനർജി, നൈറ്റ് ഓഫ് കപ്സ്, ടു ഓഫ് കപ്സ്, ടെൻ ഓഫ് കപ്സ്, അതെല്ലാം കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങളില്ലാതിരിക്കുന്നൊരവസ്ഥ എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിലും അവർക്ക് ആ ഒരു നഷ്ടബോധമായിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ മറ്റൊന്നും അവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും നിങ്ങൾ ആ ഒരു നോ കോൺടാക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു അത്രത്തോളം നിങ്ങളുടെ പാസ്റ്റിൽ ഒരു ഇൻറ്റിമസി ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ മുന്നിൽ പല പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാലും നിങ്ങൾ തമ്മിൽ അത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിയൻ എന്ന് പറയുന്നത് അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ കണ്ടിരുന്ന വ്യക്തികളായിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്ത് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും ആ ഒരു നമ്മളുടെ ഒരു കോർ, അല്ലെങ്കിൽ അതിനകത്തുള്ള ആ ഒരു സംഗതി എന്താണോ അതിനവിടെ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. മനസ്സുകൊണ്ട് അത്രയേറെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ കൂടുതൽ വ്യക്തികൾക്കും പ്രശ്നം എന്ന് പറയുന്നത് ഒരുപക്ഷേ ഈ ഒരു പേഴ്സൺ മറ്റൊരു കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ പ്രയോറിറ്റി ടൈം എനിക്ക് തരുന്നില്ല, പഴയ ഒരു അറ്റാച്ച്മെൻറ്റ് ഇവർക്കില്ല, ട്രസ്റ്റ് ഇഷ്യൂസ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ചുള്ള സംശയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്കിടയിൽ മെയിനായിട്ട് നിൽക്കുന്ന ആ ഒരു സംഗതി. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണോ, അല്ലെങ്കിൽ ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റിസ് ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് തരാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിനകത്ത് അങ്ങനെയുള്ള ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ പാർട്ട്ണറോട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പേഴ്സൺ ആരാണോ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കണം, അവരത് അർഹിക്കുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു ചിന്താഗതി ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവരുടെ ഒരു സാഹചര്യവശാലോ, അല്ലെങ്കിൽ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതുകൊണ്ടോ അതൊന്നും, മനസ്സിനകത്ത് ആഗ്രഹമുണ്ട് പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയണമെന്നില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. മേ ബി ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിയുന്നത്. അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ചില കാര്യങ്ങളിൽ ഒരു ലിമിറ്റേഷൻസ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പ്ലാൻ ചെയ്യുന്ന ഒരു എനർജി, അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ആങ്സൈറ്റി, ഫിയർ, അങ്ങനെയുള്ളൊരു സംഗതി, അല്ലെങ്കിൽ ഇപ്പോൾ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സൺ അവിടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് ഒരു ഫിയർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് പ്രൊസീഡ് ചെയ്യുന്നതിന് അങ്ങനെ ഒരു തടസ്സം നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി ചില സമയത്ത് നമ്മളുടെ ആഗ്രഹത്തിന് കടിഞ്ഞാണിടേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ നിങ്ങളിൽ നിന്ന് മാറി എവിടെയാണെന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു അവസ്ഥയല്ല. ഒരു മനസ്സുകൊണ്ട് വളരെയധികം ഒരു ലോൺലിനെസ്, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഒന്നും
ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് ഒട്ടും ഒരു നമ്മൾ പറയുന്ന പോലെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എന്തവരുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തൊരു എനർജിയാണ്. കാരണം ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുണ്ടെന്നുണ്ടെങ്കിലാണ് ഇവർക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നത്. അല്ലെങ്കിൽ അവർ ഇമോഷണലി ഫുൾഫിൽഡ് ആവുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കൂടെയുള്ളപ്പോൾ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് നല്ലതുപോലെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ നമ്മളിവിടെ പറഞ്ഞ പോലെ അവരുടെ ഒരു മനസ്സിലുള്ളത് എന്താണോ അത് അതേപടി നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നമ്മളിവിടെ നോക്കുമ്പോൾ ആ ഒരു ജഗ്ലിംഗ് പാറ്റേൺ കാണാം. അല്ലെങ്കിൽ മറ്റൊരു കാര്യം കൂടി അവരുടെ ലൈഫിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സണ് ഒന്ന് ഇവിടെ നമ്മൾ കണ്ടതുപോലെ ഒരു ആങ്സൈറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ആ ഒരു സൈലൻസിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നിൽക്കേണ്ടി വരുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അവരുടെ മനസ്സുകൊണ്ട് ആഗ്രഹമില്ലാഞ്ഞിട്ടാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് കഴിയില്ല. കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരു സെപ്പറേഷനായിട്ടോ അല്ലെങ്കിൽ നോ കോൺടാക്റ്റിലൊക്കെ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളോടൊപ്പം ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു മെയിൻ ഫോക്കസ് അറ്റൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെ നമുക്ക് കാണാം. ഒരു ഘട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അത്രയധികം എക്സോസ്റ്റഡ് ആയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള നമ്മൾ പറഞ്ഞതുപോലെ മറ്റൊരു കാര്യം കൂടി അവരുടെ ലൈഫിലുണ്ട്. അപ്പോൾ എന്ത് വേണമെന്നുള്ളത് അനലൈസ് ചെയ്ത് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അവർക്ക് തന്നെ ഒരു ഹെവി ആയിട്ട് ഒരു ഭാരം ഫീൽ ചെയ്യുന്നൊരവസ്ഥയായിരിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അവർ തിരിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തന്നെ വരുന്നതായിട്ട് കാണാം. അവർ കുറച്ചൊന്ന് എക്സോസ്റ്റഡ് ആണ്. പക്ഷേ എന്നാൽ അതേസമയം ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു എനർജിയും കൂടിയാണ്. അവർ തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവിടെ അങ്ങനെയുള്ളൊരു മാനിഫെസ്റ്റേഷനും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങോട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടാവാം. അതായത് ഇപ്പോൾ നോ കോൺടാക്റ്റിലൊക്കെ ഇരിക്കുകയാണോ നിങ്ങളും കുറച്ചൊരു ജാഡായിട്ടിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഈഗോ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ എന്നുള്ളൊരു ടെൻഡൻസി നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെ കൂടുതലായിരിക്കണം. കാരണം ആ ഒരു പേഴ്സൺ അതുപോലെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ അതിലേക്ക് ഉറ്റുനോക്കിയിരിക്കുന്ന ആ ഒരവസ്ഥയാണ്. അടുത്തില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ചിന്തകളും ഇനിയിപ്പോൾ ആ ഒരു പേഴ്സൺ വേറെ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യണം അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ പോലും കൂടുതലും ഇതിനകത്തായിരിക്കും ഫോക്കസ്. അല്ലെങ്കിൽ മനസ്സിനകത്ത് മുഴുവൻ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തകൾ ഓടിക്കളിക്കുന്ന ഒരു പേഴ്സണിൻ്റെ ഒരു എനർജി ആയിട്ട് തന്നെ കാണാം. ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലൊക്കെ വന്നാലോ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവർ ചിലപ്പോൾ വളരെ ഹോണസ്റ്റായിട്ട് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വരണം എന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളെ പിരിഞ്ഞിരിക്കുന്നത് വലിയ പ്രയാസമാണ്. അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഈഗോ കാരണമോ അല്ലെങ്കിൽ മറ്റ് പ്രോബ്ലംസ് കാരണമൊക്കെ വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് അവർ ഒരുപാട് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആകെ മാറി നിൽക്കുമ്പോഴത്തേക്കും ഒരു ഡിസ്റ്റർബൻസസ് അല്ലെങ്കിൽ പാനിക് ആവുന്ന ഒരവസ്ഥ ഈ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഹോണസ്റ്റ് ആയിട്ട് സംസാരിക്കും ഈ ഒരു പേഴ്സൺ എന്ന് വിചാരിക്കരുത്. കാരണം ഇവർക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരിക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ചില അപ്രിയ സത്യങ്ങൾ പറയരുതെന്ന് നമ്മൾ പറയുന്നത് പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഹൈഡ് ചെയ്ത് വെച്ചെന്ന് വരാം. കാരണം നിങ്ങൾ ഓക്കെ ആക്കി ഈ ഒരു റിലേഷൻഷിപ്പ് മാക്സിമം സന്തോഷത്തോടെ പോവുക എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു കൺസേൺ. അല്ലെങ്കിൽ അതാണ് അവരുടെ ഒരു ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ഈ പേഴ്സൻ്റെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി എടുത്തപ്പോൾ കണ്ടതുപോലെ അത്രയും ദൃഢമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു. അല്ലെങ്കിൽ അത്രയും നിങ്ങൾ പരസ്പരം ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ചിലപ്പോൾ ഒരുപാട് കാത്തിരുന്ന് ഒരുപാട് നാളുകളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് കൂടിയായിരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു ബന്ധമായതുകൊണ്ട് തന്നെ സില്ലി ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ മറ്റെന്ത് ഫാക്ടേഴ്സ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് തഴഞ്ഞു കളയാൻ പറ്റുന്ന ഒരു ബന്ധമല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാധകമായിരിക്കണം. അത്രത്തോളം ഈ ഒരു പേഴ്സണെ നിങ്ങളും ഡീപ്പായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്ന, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന, എങ്ങനെ ഇത് ഓക്കെ ആക്കി എടുക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം ഹീലാവാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നോ കോൺടാക്റ്റ് ആയിട്ട് അധികം ദിവസങ്ങളോ അല്ലെങ്കിൽ അധികം നാളുകളോ ഒന്നും ആയിട്ടുണ്ടാവണമെന്നില്ല. കുറച്ചൊരു ബലംപിടുത്തത്തിൽ ഇരിക്കുന്നൊരവസ്ഥയാണ്. പക്ഷേ ഇവരായിട്ട് തന്നെ അഴിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള ഒരു എനർജി നമുക്ക് കാണാം. കാരണം അത്രത്തോളം ഒരു ഇൻറ്റിമസി ഈ ഒരു പേഴ്സണുണ്ട്. അല്ലെങ്കിൽ അവർ വേറെ എന്ത് ചോയ്സ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് കാര്യമാണ് അപ്പുറത്ത് സ്റ്റക്ക് ചെയ്യിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ ലൈഫിലുള്ളതെങ്കിലും തീർച്ചയായിട്ടും അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് നിങ്ങളാണ് എന്നുള്ള ഒരു തോന്നൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളതായിട്ട് നമുക്ക് കാണാം. അതായത് ചില സമയത്ത് നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. നമ്മൾ നോക്കുമ്പോൾ ഇതും എനിക്ക് ചെയ്യേണ്ടതാണ്, ഇതും എനിക്ക് പ്രിയപ്പെട്ടതാണ്. അങ്ങനെയുള്ളൊരു രീതിയിൽ വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ
അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനൊക്കെ മാറ്റി വെച്ചിട്ട് അതിനേക്കാളൊക്കെ പ്രധാനം എനിക്ക് ഇത് തന്നെയാണ് എന്നുള്ള ഒരു എനർജി ഉള്ളൊരു വ്യക്തിയുടെ ഒരു ഏഹ്, ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ പുറകെ നിങ്ങൾ ചേസ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. എത്രയൊക്കെ ബലം പിടിച്ചാലും എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ആ ഒരു വ്യക്തി തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുള്ളതാണ്. കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ അവരുടെ ഒരു ഇമോഷൻസ് കാര്യങ്ങളാണ് എടുത്ത് നോക്കുന്നതെങ്കിലും ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങളോടുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊരിക്കലും നിങ്ങളെ പിരിഞ്ഞ് അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു പേഴ്സൺ അല്ല. അല്ലെങ്കിൽ അത് പോയിക്കോട്ടെ എപ്പോഴെങ്കിലുമൊക്കെ മതി എന്നുള്ള രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ അല്ല. നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ അത് അവരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം എങ്ങനെയെങ്കിലും പറഞ്ഞത് കോംപ്രമൈസ് ആക്കാനായിട്ടും അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നിങ്ങളിലേക്ക് വരുന്നൊരു വ്യക്തിയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ക്ലാരിറ്റി വേണം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പിടിവാശിയൊക്കെ നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ അത്രയും ഷാർപ്പായിട്ട് ഈ ഒരു പേഴ്സൺ തന്നെന്ന് വരില്ല. കാരണം ഇവരുടെ ഒരു മനസ്സിൽ നിന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ കംഫർട്ടാക്കി കൊണ്ടുപോവുക, അല്ലെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് നിങ്ങളൊരു പാർട്ട്ണറായിട്ട് വേണം. അല്ലെങ്കിൽ അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് അവർ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് സമാധാനമായിട്ട് പോകാനാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗ്രോത്താണ് അവരുടെ മനസ്സിനകത്തുള്ളത്. അല്ലെങ്കിൽ അത്രയും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ അതിനായിട്ടായിരിക്കും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെല്ലാം ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കൂടി ആയിരിക്കും. എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോം ഫീലിംഗ് ആണ് അവർക്ക് നിങ്ങളോടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏത് മനുഷ്യനാണെന്നുണ്ടെങ്കിലും നമ്മൾ എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും നമ്മളുടെ പ്രിയപ്പെട്ടതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സേഫ് സോൺ, കംഫർട്ട് സോൺ എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മളുടെ ആ ഒരു വീടിനെയാണ്. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കണക്ഷനാണ് അവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ മാറിപ്പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ വിട്ടു നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാനായിട്ട്, ആ ഒരു സേഫ് സോണിലേക്ക്, ആ ഒരു കംഫർട്ട് ലെവലിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസൊനേറ്റ് ആവുമെന്നുള്ളത് അറിയില്ല. ആർക്കൊക്കെ റെസൊനേറ്റ് ആയി കഴിഞ്ഞാലും വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണെന്ന് പറയാം. കാരണം ഈ ഒരു പേഴ്സണ് ഒരുപാടൊന്നും നിങ്ങളെ പിരിഞ്ഞ് നിൽക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. എവിടെയൊക്കെ പോയി അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളോട് കള്ളത്തരം കാണിച്ചിട്ടുണ്ട്, നുണ പറഞ്ഞിട്ടുണ്ട്, എന്നാലും അതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് നിങ്ങളെ ഒരുപാട് ഇഷ്ടമുണ്ട് ഈ ഒരു പേഴ്സണ്. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 1, നമ്പർ 3, നമ്പർ 6, നമ്പർ 17, നമ്പർ 11 ആൻഡ് നമ്പർ 18. ഇനി അതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ജെമിനായി, വിർഗോ, അക്വേറിയസ്, പൈസീസ്, ടോറസ് ആൻഡ് ലീബ്ര. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ക്ലെയിം ചെയ്യും. കാരണം അത്രയും നിങ്ങളെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാണ്. അതിന് മേലെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഒരു ഡീപ്പായിട്ട് അല്ലെങ്കിൽ ആഴത്തിൽ ആ ഒരു വ്യക്തി അത്രയും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ എനർജിയാണ്. അപ്പോൾ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.